ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിൽ ഇട്ടിരുന്ന ഒരു സ്റ്റോറിയുടെ പാർട്ട് 4 ആയിട്ടാണ്. ഏത് സ്റ്റോറിയാണെന്നുള്ളത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. പിറ്റേന്ന് രാവിലെ പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ TV കാണുമായിരുന്നു. അമ്മയും ഉണ്ടായിരുന്നു. ചേച്ചി വന്ന് അമ്മയുടെ അടുത്ത് TV കാണാനിരുന്നു. ഞാനും അവരുടെ അടുത്തിരുന്നു. അപ്പോൾ അനിയത്തി പറഞ്ഞു, എനിക്കും ഇരിക്കണം നിങ്ങളുടെ കൂടെ. പക്ഷേ അവൾക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായില്ല. അപ്പോൾ അവൾ എൻ്റെ മടിയിലിരുന്നു. ഞാൻ പതിയെ അവളുടെ തുടയിൽ ഒഴിഞ്ഞു. ഉള്ളം തുടയിൽ ഒഴിഞ്ഞപ്പോൾ അവൾ തന്നെ തുടകൾ പതിയെ അകത്തിയിരുന്നു. ഞാൻ പതിയെ ഓരോ കുസൃതി കാട്ടി. അപ്പോൾ അവൾ പതിയെ ചിരിശബ്ദം ഉണ്ടാക്കി. ചേച്ചി ഞങ്ങളെ നോക്കി. ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് ചേച്ചി എൻ്റെ ചെവിയിൽ പറഞ്ഞു, അമ്മ കാണും. ഞാനത് ശ്രദ്ധിക്കാതെ വീണ്ടും പരിപാടി തുടർന്നു. ചേച്ചി അമ്മയെ നോക്കിയപ്പോൾ അമ്മ അറിയാത്ത പോലെ പുഞ്ചിരിച്ചുകൊണ്ട് TV-യിൽ നോക്കിയിരുന്നു. അനിയത്തിയാണേൽ എൻ്റെ കുസൃതിക്ക് കൂട്ടുനിന്ന് സഹകരിക്കുന്നുണ്ട്. ഇതെല്ലാം ചേച്ചി ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ചേച്ചി അമ്മ നോക്കുന്നുണ്ടോ എന്ന് നോക്കി കാവൽ പോലെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, ആൻറ്റി വിളിച്ചിരുന്നു, അവൾക്കിന്ന് വരാൻ പറ്റില്ല. ആണോ? എന്തു പറ്റി? അവളുടെ ഓഫീസിൽ എന്തോ തിരക്കുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അവൾ സ്വർണ്ണമോതിരം പണയം വെച്ചിരുന്നു, അതെടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ? ടൗണിൽ പോകണം. നമുക്കിപ്പോൾ പോയാലോ? പോവാം അമ്മേ, ഞാൻ കാറൊന്ന് തുടയ്ക്കട്ടെ. വേണ്ട മോനെ, നമുക്ക് ബസ്സിൽ പോകാം. കുറേ നാളായി ബസ്സിൽ പോയിട്ട്. എന്നാൽ ശരി, ഞാൻ ഡ്രസ്സ് മാറി വരാം. ശരി, ഞാനും മാറട്ടെ. അനിയത്തിയും ചേച്ചിയും അവരുടെ റൂമിൽ പോയി. ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറി വന്നപ്പോൾ അമ്മയും വന്നു. അമ്മ ഒരു പിങ്ക് ടോപ്പും ലെഗിങ്സുമാണ് ഇട്ടേക്കുന്നത്. സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് അമ്മയുടെ അഴകളവുകളൊക്കെ നല്ലോണം എടുത്ത് കാണുന്നുണ്ട്. ഷോൾ ഇടാത്ത കൊണ്ട് അമ്മയുടെ ആ ഗാംഭീര്യം എടുത്ത് കാണാം. എന്താ മോനൂസേ ഇങ്ങനെ നോക്കുന്നേ? അല്ല, അമ്മ ഇപ്പോൾ കണ്ട കോളേജ് കുട്ടിയാന്നേ പറയൂ. മതി മതി ചോര കുടിച്ചത്, പോവാം. ഞങ്ങൾ അവരോട് യാത്ര പറഞ്ഞ് സ്റ്റാൻഡിൽ പോയി. അവിടെ എത്തിയപ്പോഴാണ് KSRTC ബസ്സിൽ തിരക്ക് കണ്ടത്. പോരാത്തതിന് കോളേജ് സമയവും. കൂടുതലും കോളേജ് കുട്ടികളാണ്. അമ്മേ, നല്ല തിരക്ക്. ഇതിൽ പോണോ? എന്തായാലും വന്നതല്ലേടാ, പോവാം. ഞങ്ങൾ ബസ്സിൽ കയറി. പിറകിലാകെ ഒറ്റ സീറ്റ് മാത്രം ഉണ്ടായിരുന്നു. അതിൽ എന്നോടിരിക്കാൻ പറഞ്ഞിട്ട് അമ്മ എൻ്റെ അടുത്ത് നിന്നു. ഒരു സ്റ്റോപ്പ് കഴിഞ്ഞതും കുട്ടികൾ കുറേ കയറി. അമ്മയോട് ഞാൻ എൻ്റെ സൈഡിലെ കമ്പിയിൽ ചാരി നിന്നോന്ന് പറഞ്ഞു. അപ്പോൾ 2 കോളേജ് പിള്ളേർ വന്ന് അമ്മയുടെ പിറകിൽ നിന്നു. അതിലൊരാൾ അമ്മയോട് ചോദിച്ചിട്ട് അമ്മയുടെ മുന്നിൽ നിന്നു. അവൻ അമ്മയുടെ നേരെ തിരിഞ്ഞാണ് നിന്നത്. 2 പേർക്കും അമ്മയുടെ നെഞ്ചിന് താഴെ മാത്രമേ ഉയരമുള്ളൂ. പെട്ടെന്ന് മഴ വന്നപ്പോൾ ബസ്സിൻ്റെ ജനലുകളെല്ലാം അടച്ചു. ബസ്സിലെ ലൈറ്റിൻ്റെ ഒരണണ്ട വെളിച്ചം മാത്രം. പിന്നീട് വീണ്ടും ബസ്സിൽ ആളുകൾ കൂടി. അമ്മ അവരുടെ നടുക്ക് പെട്ട പോലായി. 2 പേരും അമ്മയോട് ചേർന്നാണ് നിൽക്കുന്നത്. അത് മനസ്സിലാക്കി അമ്മ എന്നെ നോക്കി. ഞാനപ്പോൾ കണ്ണിറുക്കി കാണിച്ചു. ബസ്സൊന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ അമ്മ മുന്നിൽ നിൽക്കുന്നവൻ്റെ തലയിൽ മുട്ടി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവൻ തല അമ്മയുടെ അടുത്ത് മുട്ടിച്ചുകൊണ്ടിരുന്നു. അമ്മയുടെ വയറ് അവൻ്റെ നെഞ്ചിലാണ് മുട്ടി നിൽക്കുന്നത്. അമ്മ എന്നൊച്ചയുണ്ടാക്കിയപ്പോൾ പുറകെ നിൽക്കുന്നവൻ അമ്മയുടെ അടുത്ത് അമിത സ്വാതന്ത്ര്യം എടുക്കുകയാണ്. 2 പയ്യന്മാരും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. അമ്മ ഇതെല്ലാം നല്ലോണം ആസ്വദിച്ച് നിൽക്കുകയാണ്. അമ്മ എന്നെ നോക്കി ഒരു കള്ളച്ചിരി പാസ്സാക്കി. എന്നിട്ടൊന്ന് കണ്ണിറുക്കി കാണിച്ചു. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഞാൻ അന്തം വിട്ടിരിക്കുക. അപ്പോഴേക്കും ഞങ്ങൾക്ക് ഇറങ്ങാറായി. ഞങ്ങൾ ഇറങ്ങി. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ബസ് യാത്ര? കൊള്ളാം. ഞങ്ങൾ കടയിലെത്തി മോതിരം വാങ്ങി തിരിച്ചു. അമ്മേ, ബസ്സിൽ തന്നെ പോവാല്ലേ? അതിനെന്താ, പോവാലോ. അമ്മയെ നിരാശപ്പെടുത്തി ബസ്സിലധികം തിരക്കുണ്ടായില്ല. ബസ്സിലെ മുന്നിൽ ഒരാൾക്കിരിക്കാൻ സീറ്റുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അതിലൊരു സ്ത്രീ ഇരിക്കുന്നുണ്ട്.
ഒരു 40 വയസ്സ് കാണും. ഞാൻ അമ്മയോട് ഇരുന്നോളാൻ പറഞ്ഞു. കുട്ടാ, എൻ്റെ മടിയിലിരുന്നോ, നിന്ന് കാല് കഴിക്കണ്ട. അപ്പോൾ അടുത്തിരുന്ന ചേച്ചി പറഞ്ഞു, മകനാണോ, എങ്കിൽ അവനോടിരിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ അവൻ്റെ മടിയിലിരിക്ക്, അതാ നല്ലത്. ആണുങ്ങളാവുമ്പോൾ ഭാരം താങ്ങിക്കോളും. ആ ബെസ്റ്റ്. ഒന്നാമത് കഴപ്പ്, കൂടാതെ വിയർത്തിരിക്കുന്ന അമ്മയുടെ ഗന്ധം, പോരാത്തതിന് മടിയിലുള്ള ഇരുത്തം, അതുകൂടി ആയാൽ എല്ലാം ശുഭം. അങ്ങനെ മടിയിലിരുന്നുള്ള യാത്ര തുടങ്ങി. ബസ്സിൻ്റെ താളത്തിനനുസരിച്ച് അമ്മ ഇളകിക്കൊണ്ടിരുന്നു. ഞാൻ എൻ്റെ കൈ അമ്മയുടെ തുടയിൽ വെച്ചു. ഇതടുത്തുള്ള ചേച്ചി കണ്ടപ്പോൾ എന്നെ നോക്കി ഒരാക്കിയ ചിരിച്ചിരിച്ചു. അമ്മ ഇടയ്ക്കിളകുന്നത് ആ ചേച്ചി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി ഞങ്ങളുടെ അടുത്തേക്ക് ഒന്നുകൂടി നീങ്ങിയിരുന്നു. ഇപ്പോൾ ചേച്ചിയുടെ തുട എൻ്റെ തുടയിലും ഷോൾഡർ എൻ്റെ ഷോൾഡറിലും മുട്ടി നിന്നു. കുറച്ച് നേരം അത് തുടർന്നു. ആ ചേച്ചി പറഞ്ഞു, അതെ, നിങ്ങൾ വേണമെങ്കിൽ സീറ്റിലിരുന്നോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. ഏയ്, അത് സാരമില്ല, നിങ്ങൾ കംഫർട്ടായി ഇരുന്നോളൂ എന്ന് അമ്മ പറഞ്ഞു. ആ ചേച്ചിക്ക് എല്ലാം മനസ്സിലായി എന്ന് എനിക്കും അമ്മയ്ക്കും തോന്നി. പിന്നീട് ഞങ്ങൾ അനങ്ങാതിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി. ഞങ്ങൾ ഇറങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയതും അനിയത്തിയും ചേച്ചിയും ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അനിയത്തി പറഞ്ഞു, കുറേ നേരം ആയല്ലോ പോയിട്ട്, രണ്ടും കൂടി കറങ്ങി നടന്ന് അല്ലേ? അതെ, ഞങ്ങൾ കുറേ സ്ഥലത്ത് കറങ്ങിയിട്ടാണ് വരുന്നത്. വെറുതെ അല്ല നേരം വൈകിയത്. അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. എന്നത്തെയും പോലെ തലേ ദിവസം അമ്മയും ഞാനും തിമിർത്തു. പിറ്റേ ദിവസം ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാനും അമ്മയും കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. ഞാൻ അമ്മയെ തിരിഞ്ഞുമ്മ വെച്ചു. അപ്പോൾ അമ്മ എണീറ്റു. ആഹാ, എഴുന്നേറ്റോ? അവരൊക്കെ എവിടെ അമ്മേ? അടുക്കളയിൽ. അമ്മയൊരു മാക്സിയും ഞാനൊരു ഷോർട്ടും ഇട്ട് പുറത്തിറങ്ങിയപ്പോൾ അനിയത്തിയും വന്നു. ഞങ്ങൾ 3 പേരും അടുക്കളയിൽ പോയി. അവിടെ ചേച്ചി ഒരു നൈറ്റ് ഡ്രസ്സ് മാത്രം ഇട്ട് പാചകത്തിലാണ്. ആ, എണീറ്റാ? നേരം 11 ഒന്നും ഉണ്ടാക്കിയിട്ട് ശരിയാകുന്നില്ല അമ്മേ, നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്താലോ? കാലത്തേക്ക് ഉണ്ടാക്കാടി, പിന്നെ ഓർഡർ ചെയ്യാം. നമുക്ക് പിസ്സ ഓർഡർ ചെയ്താലോ എന്നമ്മ ചോദിച്ചു. ആ, അത് മതി, കുറേ നാളായി പിസ്സ കഴിച്ചിട്ട് എന്ന് അനിയത്തി പറഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്യാം. എന്ത് കാര്യം? നമുക്ക് പിസ്സ ഡയറി ചെയ്യാം. എല്ലാവർക്കും കാര്യം മനസ്സിലായി. ആര് ചെയ്യും? അമ്മ ചെയ്യട്ടെ, നമുക്ക് ഒളിഞ്ഞു നിന്ന് കാണാം. ഞാൻ റെഡിയാ ചെയ്യാൻ, അമ്മ പറഞ്ഞു. എന്നാൽ വേഗം ഓർഡർ ചെയ്യും. ഡാ, MG റോഡിലുള്ള ഷോപ്പിൽ ഓർഡർ ചെയ്താൽ മതി. അതാവുമ്പോൾ ചെറുപ്പക്കാർ പിള്ളേരെ കിട്ടും. അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അവിടെ തന്നെ ഓർഡർ കൊടുക്ക്. അമ്പടി കള്ളി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ 2 പിസ്സ ഓർഡർ ചെയ്തു. പിസ്സ ഡെലിവറിക്ക് അക്ഷമരായി ഞങ്ങൾ കാത്തിരുന്നു. അമ്മ ഒരു ബാത്ത് ടവൽ മാത്രം ഉടുത്തു നിന്നു. അരമണിക്കൂർ കഴിഞ്ഞ് കോളിംഗ് ബെല്ല് കേട്ട് ഞാനും ചേച്ചിയും അനിയത്തിയും റൂമിൽ കയറി വാതിൽ ചാരി. അതിൻ്റെ ഇടയിലൂടെ പുറത്തേക്ക് നോക്കിയാൽ ഹാളിൽ നടക്കുന്ന നല്ല പോലെ കാണാം. അമ്മ ഒരു ബ്ലാക്ക് ടവലാണ് ഉടുത്തേക്കുന്നത്. തുടയുടെ പകുതി മാത്രമേ ഇറക്കുള്ളൂ. അതിന് പാൽ വെണ്മയുള്ള തുടയും മുഴുപ്പുമൊക്കെ നല്ലോണം കാണാം. രണ്ടാമത് കോളിംഗ് ബെല്ല് കേട്ടതും അമ്മ ചെന്ന് വാതിൽ തുറന്നു. ഒരു ചമ്മിയ മുഖത്തോടെ അമ്മ അവനെ നോക്കി. 20 വയസ്സ് പ്രായം തോന്നുന്ന ചെക്കനാ. അമ്മയുടെ നെഞ്ചിൻ്റെ അത്രയേ ഉയരമുള്ളൂ. അവൻ അന്താളിച്ച് അമ്മയെ തന്നെ നോക്കി നിന്നുപോയി. അമ്മയുടെ ദേഹത്തായിരുന്നു അവൻ്റെ നോട്ടം. അമ്മ അവനെ വിളിച്ചത് അവൻ അറിഞ്ഞില്ല. ഹലോ, ആരാ? ആ മാഡം, പിസ്സ ഓർഡർ ചെയ്തിരുന്നല്ലോ, റിജോയ് എന്ന പേരിൽ. ആ, ഇത്ര വേഗം എത്തിയോ? ഞാൻ ഒന്ന് കുളിക്കാൻ പോവുമായിരുന്നു, അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചു. അവൻ അമ്മയുടെ പിറകെ നടന്നു. അവൻ്റെ കണ്ണുകൾ അമ്മയുടെ തുടയിലും പുറത്തുമാണ്. ടവലിൽ അമ്മയുടെ നടത്തം കണ്ട് അവൻ വെള്ളം ഇറക്കിയത് ഞങ്ങൾ ശരിക്കും കണ്ടു. ഇതാ മാഡം എന്ന് പറഞ്ഞ് അവൻ അമ്മയ്ക്ക് പിസ്സ കവർ നീട്ടി. അമ്മ അത് വാങ്ങി അടുക്കളയിലേക്ക് നടന്നു. നടക്കുന്നതിനിടയിൽ
അമ്മ മനഃപൂർവ്വം അവനെ ഒന്ന് മൂടാക്കാനായി അല്പം ഒന്ന് ഇളകിയൊക്കെ നടന്നു. അമ്മ കൈമുട്ടുകൊണ്ട് ടവല് മുറുക്കെ പിടിച്ച് അവനെ ഒന്ന് കഴുത്ത് മാത്രം തിരിച്ചുകൊണ്ട് നോക്കി. അവൻ അമ്മയുടെ നടപ്പൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. സോറി, ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാവേ. അവനൊന്നും പറയാതെ അന്താളിച്ച് നിൽക്കുകയായിരുന്നു. അമ്മ അങ്ങനെ തന്നെ നടന്ന് പിസ്സ അടുക്കളയിൽ വെച്ച് ടവല് നേരെ ഉടുത്തു. റൂമിലേക്ക് പോയി ഒരു നൈറ്റ് ഡ്രസ്സ് ഉടുത്ത് പുറത്തു വന്നു. സ്ലീവ്ലെസ്സും മുട്ടുവരെ ഇറക്കമുള്ളതും വെട്ടിൻ്റെ തുടക്കം കാണുന്ന രീതിയിലുള്ളതുമായിരുന്നു അത്. പിങ്ക് നിറത്തിലുള്ള സാറ്റിൻ മെറ്റീരിയൽ ആയതുകൊണ്ട് അമ്മയുടെ ശരീരവടിവുകൾ നല്ലോണം കാണാമായിരുന്നു. അമ്മയുടെ വരവ് കണ്ട് അവൻ വീണ്ടും വെള്ളം ഇറക്കി നോക്കി നിന്നു. ഹലോ, എത്രയാ? അമ്മ ചോദിക്കുന്നത് അവൻ കേട്ടില്ല. അതെ, എത്ര രൂപയാന്ന്? മാഡം, അത് എന്താ ചോദിച്ചേ? ആഹാ, ഇവിടെങ്ങും അല്ലേ? പിസയ്ക്ക് എത്ര രൂപയാന്ന്? 1450 മാഡം. അമ്മ രൂപ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അറിയാത്ത മട്ടിൽ അമ്മ അവൻ്റെ കൈകളിൽ തൊട്ടു. ഒരു ഷോക്ക് അടിച്ച പോലെ അവൻ അത് വാങ്ങാൻ നോക്കിയപ്പോൾ കയ്യിൽ നിന്നും രൂപ നിലത്ത് വീണു. അമ്മ കുനിഞ്ഞുകൊണ്ട് രൂപ എടുത്ത് തല ഉയർത്തി അവനെ നോക്കി. കുനിഞ്ഞപ്പോൾ അമ്മയുടെ നേരെ അവൻ കണ്ണ് നുറിച്ച് നോക്കുന്നതാണ് കണ്ടത്. അമ്മ മനഃപൂർവ്വം രൂപ പതുക്കെ എടുത്താണ് നിവർന്നത്. എന്നിട്ട് അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് രൂപ അവന് കൊടുത്തു. പിസ്സ എങ്ങനെ, നല്ലതല്ലേ? അതെ മാഡം, രണ്ടും ഒരേപോലെ നല്ലതാ. അപ്പോഴാണ് അവന് രൂപ കൊടുത്തത് 500-ൻ്റെ 3 നോട്ടാണെന്ന് കണ്ടത്. അയ്യോ മാഡം, എൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ല. അയ്യോ, ഇവിടെ ഇല്ലല്ലോ, ചേഞ്ചൊക്കെ കൊണ്ടുവരണ്ടേ? ഇപ്പോഴും അമ്മയുടെ മേലേക്ക് തന്നെയായിരുന്നു അവൻ്റെ നോട്ടം. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? അത് മാഡത്തിനെ കാണാൻ സിനിമാ നടിയെപ്പോലുണ്ട്, നല്ല ഭംഗി. ആഹാ, എന്നാൽ രൂപ ഇങ്ങോട്ട് തരേണ്ടി വരുമല്ലോ. അതിന് ശരിക്കും കണ്ടില്ലല്ലോ. ഇത്രയും കണ്ട പോരെ? അവനൊന്നും മിണ്ടിയില്ല. അമ്മ അറിയാത്ത പോലെ കാലിൽ ചെരുപ്പ് നേരെ ഇടാനെന്ന വ്യാജേന കുനിഞ്ഞവനെ നോക്കി. അമ്മയുടെ നേർക്ക് തന്നെയാണ് അവൻ്റെ നോട്ടം. അമ്മ കുനിഞ്ഞു നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു, ഇനി രൂപ വേണ്ടല്ലോ. ശരിക്ക് കാണാതെ എങ്ങനെയാ മാഡം? ഇവിടെ മറ്റാരുമില്ലേ? അമ്മ നിവർന്നു നിന്നു. മക്കളുണ്ട്, റൂമിലാ. മക്കളുണ്ടോ? മാഡത്തിനെ കണ്ടാൽ പറയില്ല. എൻ്റെ 3ാമത്തെ മകൾക്ക് നിൻ്റെ പ്രായം വരും. ആണോ? കണ്ടാൽ ഒരു 30 വയസ്സേ തോന്നിക്കൂ. ആണോ? മാഡത്തിനെ ഒന്ന് ശരിക്കും കാണാൻ പറ്റുമോ? എന്താ? അവൻ തലകൊണ്ട് ഒരാംഗ്യം കാണിച്ചു. നീ ആള് കൊള്ളാലോ, ആരോടും പോയി പറയരുത്. കാണൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പ്ലീസ് മാഡം, ഒരു വട്ടം, കൊതി കൊണ്ടല്ലേ. ഞാൻ ഇതുവരെ ഇങ്ങനൊന്നും കണ്ടിട്ടില്ല. അവൻ്റെ കൊതിയോടുള്ള നോട്ടം കണ്ട് അമ്മ പുഞ്ചിരിച്ചു. ശരി, വേഗം വേണം, മക്കൾ വരും. അവർ വന്നാൽ നിന്നെ ശരിയാക്കും, കേട്ടല്ലോ. നിൻ്റെ ആഗ്രഹമല്ലേ, പക്ഷേ പിസയ്ക്ക് ക്യാഷ് തരില്ല, നീ കൊടുത്തോണം. അത് കേട്ടതും വേഗം അവൻ അമ്മയുടെ അടുത്ത് വന്ന് ചുമലിലൊന്ന് തലോടിയപ്പോൾ അമ്മയ്ക്കൊരു വിറയൽ അനുഭവപ്പെട്ടു. എങ്ങനുണ്ടടാ? നല്ല രസം. രസം കൂട്ടണോ നിനക്ക്? എന്നിട്ടമ്മ അവിടുള്ള ടേബിളിൽ ചന്തി ചാരി നിന്നു. അമ്മ അവന് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നൽകി. അമ്മയ്ക്ക് അവൻ്റെ പ്രവൃത്തികൾ നല്ലോണം ഇഷ്ടപ്പെട്ടുവെന്ന് അമ്മയുടെ മുഖം കണ്ടാൽ അറിയാം. അവൻ്റെ പരാക്രമം കണ്ട് അമ്മ ചോദിച്ചു, ആദ്യമായിട്ടാണോ? അതെ. അത് കേട്ടപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് അവനുമായി കൂടുതൽ സഹകരിച്ചു. സഹകരണ യജ്ഞം ഞങ്ങൾ കണ്ടു നിന്നു. അത് പൂർത്തിയായ ശേഷം ഞാൻ അങ്ങോട്ട് ചെന്നു. ഒരു ഷോർട്സ് മാത്രമായിരുന്നു എൻ്റെ വേഷം. എന്നെ കണ്ടതും അമ്മ എൻ്റെ വയറിൽ കൂടി കെട്ടിപ്പിടിച്ചു. അതവൻ ശ്രദ്ധിക്കുകയും ചെയ്തു. അമ്മ അവനോടായി പറഞ്ഞു, ഇത് എൻ്റെ ഒരേ ഒരു മോനാ. എന്താ അമ്മേ, പിസ വാങ്ങിയില്ലേ ഇതുവരെ? അതൊക്കെ വാങ്ങിയടാ, ഇവന് ടിപ്പ് കൊടുക്കുകയായിരുന്നു. ഇത്ര നേരമായിട്ടും കൊടുത്തില്ലേ? ചേഞ്ച് നോക്കിയിട്ട് കിട്ടിയില്ല.
അവനോടായിട്ട് പറഞ്ഞു, തന്ന രൂപ നീ തന്നെ വെച്ചോ, ബാക്കി ടിപ്പായിട്ടെടുത്തോ. ഞാൻ അവനോട് ചോദിച്ചു, ടിപ്പൊക്കെ കിട്ടിയില്ലേ, സന്തോഷമായില്ലേ? ഉവ്വ ചേട്ടാ. അവൻ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇനി പിസ വാങ്ങുമ്പോൾ എന്നെ തന്നെ വിളിക്കണേ. എന്നിട്ട് അവൻ്റെ നമ്പർ എൻ്റെ കയ്യിൽ തന്നിട്ട് പുറത്തേക്ക് പോയി. ഞങ്ങളും അവൻ്റെ പിറകെ നടന്നു. അവൻ പുറത്ത് കിടന്നതും അമ്മ വാതിലടച്ച് കുറ്റിയിട്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും പിസ കഴിച്ചു. അന്നെല്ലാവരും ഒരു മുറിയിലാണ് കിടന്നത്. പിന്നീട് എല്ലാവർക്കും ക്ഷീണമായതുകൊണ്ട് വേറെ കളികളൊന്നും നടന്നില്ല. അതിനിടയിൽ അമ്മ പറഞ്ഞു, ആൻറ്റി നാളെ വരും. രാവിലെ ആരോ തട്ടി വിളിക്കുന്ന പോലെ തോന്നി. ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആൻറ്റിയാ. ബെഡിൽ നോക്കിയപ്പോൾ എല്ലാവരും പോയിരുന്നു. ആൻറ്റി ഒന്നുകൂടി സുന്ദരിയായിരിക്കുന്നു. ഒരു ബ്ലൂ സാരിയാ വേഷം. സാരിക്കുത്ത് നല്ലോണം ഇറക്കിയാണ് കുത്തിയേക്കുന്നത്. അതുകൊണ്ട് വയറൊക്കെ നല്ലോണം കാണുന്നുണ്ട്. ആ, ആൻറ്റി ഇത്ര നേരത്തെ വന്നോ? നേരത്തെയോ? സമയം 11 1 മണിക്കൂറായി ഞാൻ എത്തിയിട്ട്. എന്തുറക്കവാടാ ഇത്? ആണോ? നിന്നെ വല്ലാണ്ട് മിസ് ചെയ്തടാ എന്ന് പറഞ്ഞ് എൻ്റെ ചുണ്ടിൽ ഉമ്മ തന്നു. അവരെങ്ങാനും വരൂ ആൻറ്റി? എന്തായി? വല്ലതും നടന്നോ? എന്താ ആൻറ്റി? ഹോ, നിൻ്റെ അമ്മയുമായിട്ടുള്ള പ്രോഗ്രാം ഒന്ന് പോവാ ആൻറ്റി. മണ്ടൻ. അപ്പോൾ ഒന്നും ഇതുവരെ നടന്നില്ലേ? ഇല്ല, ഞാൻ കള്ളം പറഞ്ഞു. കാരണം അമ്മ പറഞ്ഞിട്ടുണ്ട് ആൻറ്റിയോടൊന്നും പറയരുതെന്ന്. വെറുതെ സീനും പിടിച്ചിരുന്നല്ലേ? എനിക്ക് പേടിയാ ആൻറ്റി. മോനെ, നിൻ്റെ അമ്മ നല്ലോണം തെറിച്ചിരിക്കുക. നീ ഒന്ന് മുട്ടിയാൽ മതി, അപ്പം തന്നെ വീഴും. എന്ത്? എൻ്റെ മുഖത്തടി വീഴുന്ന കാര്യമാണോ? ഓ, ഇങ്ങനൊരു മണ്ടൻ. പോ ആൻറ്റി, സാഹചര്യം ഒത്തു വരണ്ടേ? നിൻ്റെ പേടിയൊക്കെ ഞാൻ മാറ്റിത്തരാടാ മോനെ എന്ന് പറഞ്ഞ് ആൻറ്റി എൻ്റെ മേലേക്ക് ചാടി വീണു. 10 ദിവസം പട്ടിണിക്കിട്ട ശേഷം ഭക്ഷണം കിട്ടുന്നവരുടെ പോലെ ആയിരുന്നു ആൻറ്റി എന്നെ പെരുമാറിയത്. അത്രയ്ക്ക് ആക്രാന്തം ആൻറ്റിക്കുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു, കുട്ടാ, അവരെങ്ങാനും വരുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ആൻറ്റി അത് പറഞ്ഞതും അനിയത്തി റൂമിൽ വന്നു. ആഹാ, രണ്ടാളും വിശേഷം പറഞ്ഞിരിക്കുക അല്ലേ? ഞങ്ങൾ കുറേ നേരമായി നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ആ, ഇവൻ എഴുന്നേക്കണ്ടേ? വാ, ഫുഡ് റെഡിയായി എന്ന് പറഞ്ഞ അനിയത്തി ആൻറ്റിയെയും കൊണ്ടുപോയി. ഞാൻ ഫ്രഷായി വന്നു. അവരെല്ലാം ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനായിരുന്നു. അമ്മ പറഞ്ഞു, നിൻ്റെ സാരി നന്നായിട്ടുണ്ട്. ഇതെപ്പോൾ എടുത്തു? ഡി, നിൻ്റെ ഫ്രണ്ടില്ലേ ഇവിടെ അടുത്ത് ബൊട്ടീക്ക് നടത്തുന്നത്? അവളുടെ അടുത്തുനിന്നാ. ആഹാ, ശ്വേതയുടെ അവിടുന്നോ? ശ്വേത ആൻറ്റി അമ്മയുടെ ഫ്രണ്ടാണ്. നല്ല മോഡേൺ ചരക്ക്. 5 വർഷം മുന്നേ ഡിവോഴ്സായി. അതെ, ഇന്ന് നമുക്ക് അവിടെ പോവാം. അവൾ വിളിച്ചിട്ടുണ്ട്. നീ കുറേ ആയി വന്നിട്ടെന്ന് പറഞ്ഞു. അത് ശരിയാ. പിന്നെ 2 ബ്ലൗസും തയ്പ്പിക്കണം. ആ, എന്നാൽ മോനുവിനെയും കൂട്ടാം. അവൻ ഡ്രൈവ് ചെയ്തോളൂല്ലോ. ആ കുട്ടാ, നീയും പോരെ? അപ്പോൾ അനിയത്തി ചോദിച്ചു, അപ്പോൾ ഞങ്ങൾക്കും ഇല്ലേ? അതിന് സാരി വേണ്ടേ മോളെ എന്ന് ചേച്ചി പറഞ്ഞു. സാരി ഉടുക്കാറാകുമ്പോൾ വാങ്ങാം മോളെ, അമ്മ അവളെ സമാധാനിപ്പിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ചു. ഞാൻ പുറത്തൊക്കെ ഒന്ന് കറങ്ങി വൈകിട്ട് വീട്ടിലെത്തി. അപ്പോൾ അമ്മയും ആൻറ്റിയും എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. 2 പേരും സാരിയാണ് വേഷം. മോനെ, കാർ എടുത്തോ, നമുക്ക് ശ്വേതയുടെ അടുത്ത് പോകാം. ഞാൻ വേഗം ഫ്രഷായി വന്ന് കാർ എടുത്ത് അവരെയും കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ ശ്വേതാൻറ്റി പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു മുട്ട് വരെയുള്ള മിഡിയും ടോപ്പും ആയിരുന്നു ഇട്ടിരുന്നത്. നല്ല അടിപൊളി സ്ട്രക്ചർ. മോഡലിങ്ങിനൊക്കെ പോകുന്ന പെണ്ണുങ്ങളെ പോലെ നല്ല ആകാരവടിവ്. ഞങ്ങളെ കണ്ടതും വിളിച്ചകത്തേക്ക് കൊണ്ടുപോയി. പിറകിലൂടെ നടക്കുമ്പോൾ ആ ഇളക്കം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് കണ്ട ആൻറ്റി എൻ്റെ ചന്തിയിലൊന്ന് തട്ടി. ഞാൻ ആൻറ്റിയെ നോക്കി ചിരിച്ചു. ആൻറ്റി എൻ്റെ ചെവിയിൽ പറഞ്ഞു, കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കോട്ടിലല്ലേ? അവർ കുറച്ചു നേരം വിശേഷം പറഞ്ഞിരുന്നു. അപ്പോൾ ശ്വേത പറഞ്ഞു, ആഹാ, മോനും അങ്ങ് വളർന്ന് വലിയ ചെക്കനായല്ലോ. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് നിന്ന് ഷോൾഡറിൽ കൂടെ കൈയിട്ടു.
അപ്പോൾ ശ്വേതാൻ്റിയുടെ സൈഡ് എൻ്റെ സൈഡിൽ തട്ടുന്നത് അമ്മയും ആൻറ്റിയും ശ്രദ്ധിച്ചു. ഇപ്പോഴേ ഇവൻ എൻ്റെ അത്ര ഹൈറ്റായി. അത് പിന്നെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലല്ലേ വളർച്ച എന്ന് അമ്മ പറഞ്ഞു. ഡി, നീ അളവ് കൊണ്ടുവന്നാ? അളവ് നീ എടുത്തോ, സൈസ് മാറിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ മനസ്സിലായി. എന്താ മോളെ, വല്ല ചുറ്റിക്കളിയും ഉണ്ടോ? ഒന്ന് പതുക്കെ പറയടി, മോനും ഇരിക്കുന്നു. അവൻ ഇതൊക്കെ എന്തോരം കേട്ടേക്കുന്നു അല്ലേടാ? നമുക്ക് അളവെടുത്താലോ? എന്നാ വാ, ഉള്ളിലേക്ക് പോവാം. മോനു, ഇവിടെ ടി വി കണ്ടിരിക്കെ, ഞങ്ങളിപ്പോൾ വരാം. അവർ 3 പേരും ഉള്ളിലേക്ക് പോയി. അകത്ത് അവരുടെ ചർച്ച. ശ്വേത, എടി, നിന്റെ മോൻ വളർന്നല്ലോ, പിന്നെ വളരണ്ടേ? അങ്ങനെ ഇരുന്നാൽ മതിയോ? അവൻ വളർന്നത് മനസ്സിലായി. ഭർത്താവ് മരിച്ചിട്ട് നീ എങ്ങനെ കൊഴുത്ത് ചീർക്കുന്നു? എന്താടി, വല്ല ചുറ്റിക്കളിയും ഉണ്ടോ? പതുക്കെ പറയടി, ചെറുക്കൻ അപ്പുറത്തുണ്ട്. വിചാരിച്ച പോലെ തന്നെ. അപ്പോൾ ആൻറ്റി പറഞ്ഞു, അല്ല ശ്വേതേ, നീയും അങ്ങ് കൊഴുത്തല്ലോ, അതെങ്ങനെ? അതിനിവിടെ കുറേ പെണ്ണുങ്ങൾ അളവെടുക്കാൻ വരുന്നതല്ലേ. അപ്പോൾ ആണുങ്ങളെ ആരെയും കിട്ടിയില്ല എന്ന് അല്ലേടി? എന്നാ നീ മോനുവിനെ ഇങ്ങ് വിടടി. നിനക്കും ഇല്ലേ ഒരു മോൻ? അവനോട് പറ. അവന് നോട്ടം മാത്രമേ ഉള്ളൂ, അടുക്കുന്ന ലക്ഷണം കാണുന്നില്ല. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഞാൻ ഇവളോട് പറഞ്ഞതാ മോനുവിനെ വളയ്ക്കാൻ, അപ്പോൾ ഞങ്ങളുടെ കാര്യം സുഖമായേനെ. അമ്മ പുഞ്ചിരിച്ചു. ഇവർക്കറിയില്ലല്ലോ വളച്ചൊടിച്ച് കുപ്പിയിലാക്കി ആറാടിയെന്ന്. ശ്വേത പറഞ്ഞു, എങ്കിൽ എന്നെയും കൂടി പരിഗണിക്കണേ. തീർച്ചയായും. എൻ്റെ മോളെ, ഇതൊക്കെ മോനൂനൊന്ന് കാണിച്ചു കൊടുക്ക്, അപ്പം തന്നെ അവൻ നിന്നെ പിടിച്ചങ്ങ്. ആൻറ്റി ഇടപെട്ടു. ഞാൻ പറഞ്ഞതാ, ഇവക്ക് പറ്റില്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്തേനെ. നീ നോക്കിക്കോ റിയേ, ഇവളിങ്ങനെ നടക്കട്ടെ. ആഹാ, കൊള്ളാലോ മക്കളുടെ പൂതി, അമ്മ പറഞ്ഞു. അല്ല, ഇനി അവനെങ്ങാനും ആണോ ഇതിങ്ങനെ ആക്കിയത്? ഒന്ന് പോടി. അല്ല ശ്വേത, നിന്റെ മോൻ എങ്ങനെ, വളയോ? നോട്ടമൊക്കെ ഉണ്ട്, അലക്കുമ്പോഴും അടിച്ചു വാരുമ്പോഴും ഒക്കെ ഒതുങ്ങി നിന്നൊരു നോട്ടമുണ്ട്. ഞാൻ നല്ലോണം അവനെ ടീസ് ചെയ്യും, അപ്പോൾ അവൻ്റെ മുഖം കാണാൻ നല്ല രസമാണ്. മതി മതി, ചെക്കൻ അപ്പുറത്തുണ്ട്. നല്ലോണം മൂടായി വന്നായിരുന്നു. സാരമില്ല, ഒരു ദിവസം ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. നീ പോരടി, നമുക്ക് കൂടാം. എന്നിട്ട് അമ്മയുടെ അളവെല്ലാം എടുത്ത് അവർ പുറത്തേക്ക് വരാൻ വാതിൽക്കലെത്തി. ഇത് കണ്ട് ഞാൻ വേഗം ഉള്ളിലേക്ക് പോയി. 5 മിനിറ്റ് കഴിഞ്ഞതും അവർ ഡോറ് തുറന്ന് പുറത്തു വന്നു. ഞാൻ ചോദിച്ചു, കുറേ നേരം ആയല്ലോ? എല്ലാവരുടെയും മുഖത്ത് ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. അത് കഴിയണ്ടേടാ. ബ്ലൗസ് മാത്രമാണോ അളവെടുത്തത്? സമയം നോക്കിയാൽ മൊത്തത്തിൽ അളവെടുത്തു എന്ന് തോന്നും. അതെ, മൊത്തത്തിൽ അളവെടുത്തു. അപ്പോൾ എല്ലാവരും ചിരിച്ചു. ശ്വേത, ഞങ്ങൾ പോട്ടെ, ഒഴിവ് കിട്ടുമ്പോൾ അങ്ങോട്ടിറങ്ങ്. ഒഴിവ് കിട്ടിയില്ലെങ്കിൽ അതുണ്ടാക്കും, പോരെ? മതി മതി, എന്നാ ബൈ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി വീട്ടിലെത്തി. അപ്പോൾ അനിയത്തി ചോദിച്ചു, കുറേ നേരം ആയല്ലോ പോയിട്ട്? കുറേ വിശേഷം പറയാനുണ്ടായിരുന്നു, അതാ. അന്ന് ഞാൻ എൻ്റെ റൂമിലാണ് കിടന്നത്. ശ്വേതാൻ്റിയുടെ ആ കൊഴുത്ത മേനയായിരുന്നു മനസ്സ് മുഴുവൻ. അവരെ ആലോചിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ കാര്യങ്ങൾ, ആഹാരം കഴിക്കാൻ ടേബിളിൽ. അപ്പോൾ എല്ലാവരും അവിടെ വന്നു. അനിയത്തി ചോദിച്ചു, ഫുഡായില്ലേ? എല്ലാവരും ഇരിക്ക്, കഴിക്കാം, അമ്മ പറഞ്ഞു. അതെ, എനിക്ക് പഴം മാത്രം മതി, അനിയത്തി പറഞ്ഞു. അതെന്താ, നീ വേറൊന്നും കഴിക്കുന്നില്ലേ? ഈ ഉണക്ക പുട്ടല്ലേ? അമ്മ പഴം അവൾക്ക് കൊടുത്തു. ഇതല്ല, ആ വലിയ നേന്ത്രപ്പഴം. ഇത്ര വലുതൊക്കെ നീ കഴിക്കുമോ? ആൻറ്റി ചോദിച്ചു. ഇതിലും വലുത് കഴിക്കും അല്ലേ ചേച്ചി? അതെ അതെ, എനിക്കും വലുതാണ് ഇഷ്ടം. അത് ശരിയാ, എല്ലാവർക്കും വലുത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. ആൻറ്റി പറഞ്ഞു, ഡേയ്സി, നമുക്കൊന്ന് ശ്വേതയുടെ അടുത്ത് പോകണം. ബ്ലൗസ് ശരിയായി എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. ആണോ, ശരിയായോ? നമുക്ക് കാറിൽ പോകാം. മോനൂസ് ഇവിടെ ഇരിക്കട്ടെ. അതെന്നാ ഞാൻ വന്നാ?
ഇവർക്കെങ്ങാനും പഴം തിന്നാൻ തോന്നിയാ നീ ഇവിടെ വേണ്ടേ? അതിനെന്തിനാ ഇവൻ? അമ്മ ചോദിച്ചു. അല്ല, പഴം കഴിഞ്ഞില്ലേ, വേണമെങ്കിൽ മോന് വാങ്ങിക്കോളും അല്ലേ? ആ, എന്നാ നീ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ പോയിട്ട് വരാം. ശരി. ഞാനത് പറഞ്ഞപ്പോൾ ആൻറ്റിയുടെ അമ്മയുടെയും മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അനിയത്തി പറഞ്ഞു, ആ ചേട്ടൻ ഇവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് കൂട്ടാവും. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് എണീറ്റു. എന്നെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ആൻറ്റി പറഞ്ഞു, കുട്ടാ, നിനക്ക് ശ്വേതയോട് കൊതിയുണ്ടോ? അവളെ നിനക്ക് കിട്ടിയാലോ? ഉണ്ട് ആൻറ്റി, വേണമെന്നുണ്ട്. എന്നാൽ ഞങ്ങൾ റെഡിയാക്കുവാൻ പോവാട്ടാ. ഓക്കെ ആണോ? എന്നാൽ ഞങ്ങൾ പെട്ടെന്ന് പോയി വരാം എന്ന് പറഞ്ഞ് ആൻറ്റി റൂമിലേക്ക് പോയി. അമ്മയും ആൻറ്റിയും ഡ്രസ്സ് മാറി ശ്വേത ആൻറ്റിയുടെ അടുത്ത് പോയി. ഞാൻ ടി വി കണ്ടിരിക്കുമ്പോൾ ചേച്ചിയും അനിയത്തിയും എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ പറഞ്ഞു, നമ്മുടെ ബാൽക്കണിയിൽ ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് എന്തായി? ആഹാ, ചെടികളൊക്കെ താഴെ ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. ആ, അപ്പുറത്തെ വീട്ടിലെ വാടകയ്ക്ക് വന്ന അപ്പൂപ്പൻ ഭയങ്കര വായ്നോട്ടം, അതുകൊണ്ട് ഞങ്ങൾ നിർത്തി. ചേട്ടൻ വന്നിട്ടാവാ എന്ന് വിചാരിച്ചു. വായ്നോട്ടം എന്ന് വെച്ചാൽ നോട്ടം മുഴുവൻ അസ്ഥാനത്താ. അതും പറഞ്ഞ് അവൾ ചിരിച്ചു. ചേച്ചി ചോദിച്ചു, ആൻറ്റി എങ്ങനെ, അടിപൊളിയാണോടാ? അടിപൊളിയാ, നല്ല കഴപ്പും നിങ്ങളിലൊരു നോട്ടമുണ്ട് കക്ഷിക്ക്. അപ്പോൾ അനിയത്തി പറഞ്ഞു, ആ അതിടയ്ക്ക് അറിയാത്ത പോലെ ഞങ്ങളുടെ മേത്തൊക്കെ തട്ടുന്ന കണ്ടപ്പോൾ മനസ്സിലായി. നിങ്ങളുടെ കൂടെ കൂടാൻ റെഡിയായി നിൽക്കുക. ഞാൻ റെഡിയാ, ജിനിയോ എന്ന് ചേച്ചി ചോദിച്ചു. ഞാൻ എപ്പോഴേ റെഡി, എന്നാൽ ഇന്ന് തന്നെ റെഡിയാക്കാം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വന്ന് ടി വി കാണാനിരുന്നു. ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു. അനിയത്തിക്ക് അടുത്തിരിക്കാൻ സ്ഥലമില്ലാത്ത കൊണ്ട് അവൾ എൻ്റെ മടിയിൽ കയറിയിരുന്നു. ആഹാ, അപ്പോഴേക്കും മൂടായല്ലോ എന്നവൾ പറഞ്ഞു. ഇത് കേട്ട് ചേച്ചി കൂടുതൽ അടുത്തിരുന്ന് എൻ്റെ കൈയെടുത്ത് ചേച്ചിയുടെ തോളിൽ കൂടി ഇട്ട് വെച്ചു. എന്നിട്ട് എൻ്റെ ചുണ്ടിൽ ഉമ്മ തന്നു. അതൊരു ഫ്രഞ്ച് കിസ്സായി മാറി. അനിയത്തി ഒപ്പം കൂടി. ഞങ്ങൾ അങ്ങനെ 3 പേരും കൂടെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് അമ്മയും ആൻറ്റിയും കയറി വന്നത്. ഞങ്ങളും പെട്ടെന്ന് നേരെ ഇരുന്നു. പക്ഷേ അനിയത്തി എൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുന്നേ അവർ ഞങ്ങളെ കണ്ടിരുന്നു. അതുകൊണ്ട് അവൾ മടിയിൽ തന്നെ ഇരുന്നു. ഞങ്ങളൊന്നും സംഭവിക്കാത്ത പോലെ ഇരുന്നു. അപ്പോൾ ആൻറ്റി ഞങ്ങളുടെ അടുത്ത് വന്ന് ഒന്നിരുത്തി നോക്കി. അമ്മയ്ക്ക് കാര്യം പിടികിട്ടി. അറിയാത്ത പോലെ അമ്മ അടുക്കളയിൽ പോയി. ആൻറ്റി ചോദിച്ചു, ആഹാ, ഇതെന്താ ജിനി, വേറെ സ്ഥലമില്ലേ ഇരിക്കാൻ? ഇല്ല. ഓ, ഇപ്പോഴും കുട്ടിക്കളി മാറിയില്ല പെണ്ണിൻ്റെ. എൻ്റെ ഡാർലിങ്ങിൻ്റെ മടിയിലല്ലേ? അപ്പോൾ ആൻറ്റി ചേച്ചിയുടെ അപ്പുറത്ത് ടി വി കാണാനിരുന്നു. ഞാനും അനിയത്തിയും പരസ്പരം നോക്കി പുരികം ചുളിച്ചു. ഇത് കണ്ട് ചേച്ചി ചിരിച്ച് നാക്ക് കടിച്ച് കാണിച്ചു. കുറച്ച് കഴിഞ്ഞ് ആൻറ്റി പോകാതായപ്പോൾ അനിയത്തി എന്നെ നോക്കി. അപ്പോഴാണ് ആൻറ്റിയെ അമ്മ അടുക്കളയിലേക്ക് വിളിച്ചത്. ആൻറ്റി അങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ 3 പേരും നോക്കി അവിടെ ഇരുന്നു. കുറച്ചു നേരം കൂടെ ഞങ്ങൾ എൻജോയ് ചെയ്തു. ആൻറ്റി വരുന്ന ശബ്ദം കേട്ടു, കൂടെ അമ്മയും. ഞങ്ങൾ വേഗം തന്നെ സാധാരണ പോലെ ഇരുന്നു. അവർ 2 പേരും ഞങ്ങളുടെ അടുത്ത് ടി വി കാണാനായിരുന്നു. ആൻറ്റി ചേച്ചിയോടും അനിയത്തിയോടുമായി പറഞ്ഞു, മക്കളെ, നിങ്ങൾ 2 ആളും വേഗം പോയി ഡ്രസ്സ് മാറി വാ, നമുക്ക് എൻ്റെ ഹോസ്റ്റലിൽ പോകാം. അതെന്താ പെട്ടെന്ന്? എനിക്ക് നാളെ ഓഫീസിൽ ചെറിയ പണിയുണ്ട്. എൻ്റെ റൂമിൽ ആരും ഇല്ലിന്ന്, അതുകൊണ്ട് ബോറടിക്കും. അപ്പോൾ ആ കുട്ടികളോ? അവർ നാട്ടിൽ പോയേക്കുക. അവിടെ ആണുങ്ങളെ കയറ്റില്ല. അതുകൊണ്ട് ഇവരിവിടെ നിൽക്കട്ടെ, നമുക്ക് നാളെ വൈകിട്ട് വരാം. അമ്മ പറഞ്ഞു, അത് ശരിയാ, മോനോന് കൂട്ടിന് ഞാൻ ഇരുന്നോളാം. എന്നാൽ ശരി, ഞങ്ങൾ മാറിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവർ 2 ആളും റൂമിൽ പോയി. ഞാൻ ചോദിച്ചു, എന്താ അമ്മേ 2 ആളും കൂടി ഒരു ഒത്തുകളി? അതൊക്കെ ഉണ്ട്. നിനക്ക് ശ്വേതയെ വേണ്ടേ? വേണം. ശ്വേത ആൻറ്റിക്കോ? വേണം. പക്ഷേ എന്താ പക്ഷേ? അതിന് നിനക്കൊരു ടാസ്ക് ഉണ്ട്. ഒന്ന് തെളിച്ച് പറയമ്മേ. അതെ, അവളുടെ മകൻ ഒരു ഗേ ആണോ എന്ന് അവൾക്ക് സംശയം. അത് കണ്ടുപിടിക്കണം. അതിന് നിനക്കേ സാധിക്കൂ. അത്രേ ഉള്ളോ?
അതുമാത്രമല്ല, ആണെങ്കിൽ നീ അത് മാറ്റണം. അതെന്തായാലും നടത്തും. കാരണം അമ്മയല്ലേ എൻ്റെ കൂടെ. അമ്മ പുഞ്ചിരിച്ച് ഞങ്ങളെ നോക്കി. അല്ല, റൂമിൽ എല്ലാവരും പോയോ? ഇല്ല, അതവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും പറയാം. ഹോ ഹോ, അപ്പോൾ ഇന്ന് എല്ലാവരും കൂടി തിമിർക്കുമല്ലേ? നിങ്ങളും ഇവിടെ തിമിർക്കുമല്ലേ? വന്നിട്ട് എല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കാം ആൻറ്റി. ഹോ, ഇത്രയും പൊളിച്ച പോരേ കുട്ടാ. അപ്പോഴേക്കും ചേച്ചിയും അനിയത്തിയും അവിടേക്ക് ഡ്രസ്സ് മാറി വന്നു, കൂടെ അവരുടെ ബാഗും. അനിയത്തി പറഞ്ഞു, ആൻറ്റി നമുക്ക് പോയാലോ? എന്നാ വാ, ഇറങ്ങാം. ഹോ, 2 ദിവസം നിങ്ങളെ പിരിഞ്ഞിരിക്കേണ്ടി വരുമല്ലേ? ശരിയാ, ശരിക്കും എൻ്റെ ഡാർലിങ്ങിനെ മിസ് ചെയ്യും. അവൾ എൻ്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ തന്നു. കൂടെ ചേച്ചിയും. ഞാനും തിരിച്ച് കവിളിൽ ഉമ്മ കൊടുത്തു. അമ്മയുടെ അടുത്ത് പോയി 2 ആളും കെട്ടിപ്പിടിച്ചു. അങ്ങനെ അവർ പോയി. അമ്മ അടുക്കളയിൽ പോയി കുറച്ച് ജ്യൂസ് കൊണ്ടുവന്നു. ഞങ്ങളത് കുടിച്ചിരുന്നപ്പോൾ അമ്മ പറഞ്ഞു, കുട്ടാ, അവരിപ്പോൾ വരും, എന്താ നിൻ്റെ പ്ലാൻ? ആദ്യം അമ്മ നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള സാരി ഉടുത്ത് നിൽക്ക്, പിന്നെ എല്ലാം താനേ ശരിയായിക്കോളും. അപ്പം അമ്മ വന്ന് എൻ്റെ മടിയിലിരുന്നു. എന്നിട്ട് തോളിൽ കൂടി കൈയിട്ട് എൻ്റെ ചുണ്ടിൽ പതിയെ ഒരു ഉമ്മ തന്നു. അമ്മയെ നല്ല മണം ഉണ്ടായിരുന്നു. മൂത്ത് നിൽക്കുന്ന പെണ്ണിൻ്റെ ശരീരത്തിനൊരു പ്രത്യേക മണമാണ്. നീ എൻ്റെ ഭാഗ്യമാടാ, ഇതുപോലൊരു മകനെ വേറെ ആർക്കും കിട്ടില്ല. ഞാൻ അമ്മയുടെ ചുണ്ടിൽ ചുംബിച്ചിട്ട് പറഞ്ഞു, എൻ്റെയും ഭാഗ്യവാ. ഹോ, ഈ ചെക്കൻ്റെ കാര്യം, കുറച്ചു നേരം കൊണ്ട് നീ എന്നെ മൂടാക്കി. അമ്മേ. എന്താടാ കുട്ടാ? എനിക്കിപ്പോൾ വേണം. എനിക്ക് തോന്നി ഇങ്ങനൊരു കൊതിയൻ. അമ്മേ, അമ്മയുടെ അരഞ്ഞാണം എവിടെ? അമ്മയൊന്ന് സംശയത്തിൽ എന്നെ നോക്കി. അതൊക്കെ അലമാരിയിലുണ്ട്. എന്തേ ഇപ്പം അത് ഓർമ്മ വരാൻ? പണ്ടൊക്കെ അമ്മ സാരി മാറുന്ന കാണുമ്പോൾ അരഞ്ഞാണം വയറി ചുറ്റിക്കിടക്കുന്ന കാണാൻ എന്ത് ഭംഗിയായിരുന്നു. ഇപ്പോൾ അതൊന്നിട്, ഞാനൊന്ന് കാണട്ടെ. അതൊക്കെ പണ്ടല്ലേടാ, എന്നാലും മോനോന് ഇഷ്ടമാണെങ്കിൽ ഇടാം. എനിക്കിഷ്ടമാണ്. എവിടെ ഇരിക്കുന്നേ? ഞാൻ എടുത്തിട്ട് വരാം. അലമാരിയിലുണ്ട്. ഞാൻ വേഗം പോയി അലമാരിയിൽ നിന്നും അരഞ്ഞാണം എടുത്തു വന്ന് അമ്മയ്ക്ക് നേരെ നീട്ടി. കാണാൻ ആഗ്രഹമുള്ളവർ തന്നെ ഇട്ടതാ എന്നമ്മ പറഞ്ഞു. ഞാൻ അതും പിടിച്ച് അമ്മയുടെ കാൽച്ചുവട്ടിൽ മുട്ടുകുത്തിയിരുന്നു. എന്നിട്ട് അതെടുത്ത് അമ്മയുടെ വയറിന് ചുറ്റും ചുറ്റി, പൊക്കിളിന് കുറച്ച് മുകളിൽ കിടക്കുന്ന വിധത്തിൽ ചുറ്റി പിടിച്ചു. കുട്ടാ, കടിച്ച് ടൈറ്റാക്ക്, അല്ലെങ്കിൽ അഴിഞ്ഞു പോകും. ഞാൻ അമ്മയുടെ വയറിൽ ചുറ്റിപ്പിടിച്ച് അരഞ്ഞാണത്തിൻ്റെ കണ്ണി കടിച്ചമർത്തി. ഞാൻ അമ്മയുടെ വയറിൽ ചുറ്റിപ്പിടിച്ച് എൻ്റെ മൂക്കും ചുണ്ടും അമ്മയുടെ വയറിൽ തട്ടിയപ്പോൾ അമ്മയൊന്ന് വിറച്ചു. ഞാൻ പതിയെ അമ്മയുടെ വയറിൽ ഒരു ഉമ്മ കൊടുത്തു. അപ്പോൾ അമ്മയ്ക്ക് എവിടെ നിന്നോ വീണ്ടും നാണം വന്ന് തല താഴ്ത്തി പുഞ്ചിരിച്ച് നിന്നു. ഹോ, പെണ്ണിൻ്റെ ഒരു നാണം ആദ്യമായി കാണുന്ന പോലെ. എനിക്ക് മോൻ്റെ കൂടെയുള്ള നിമിഷങ്ങളെല്ലാം ആദ്യത്തെ പോലെയാ. ഞാൻ എഴുന്നേറ്റ് നിന്ന് അമ്മയുടെ നാണിച്ച മുഖം താടിയിൽ പിടിച്ചുയർത്തി. അരഞ്ഞാണം കൂടെ ആയപ്പോൾ കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. ഒന്ന് പോടാ. എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. ഞാനും അമ്മയുടെ പുറത്തുകൂടി കെട്ടിപ്പിടിച്ചു. അമ്മ എന്താ ഇപ്പം അരഞ്ഞാണം ഇടാത്തേ? അതൊക്കെ ഇട്ടിട്ട് ആര് കാണാനാടാ? ഇനി ഞാനില്ലേ, എനിക്ക് കാണണം. ഇനി അത് ഊരണ്ട. മോനൂന് കാണാൻ വേണ്ടി ഇനി അമ്മ ഊരില്ല, പോരെ? മതി. അല്ല, അമ്മ ഇന്ന് നല്ല റൊമാൻറ്റിക് മൂഡിലാണല്ലോ. ആ, ഇതാ കൂടുതൽ രസം. പിന്നെ എല്ലാം കഴപ്പ് കൂടുമ്പോൾ തന്നെ വരുന്നതാ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ചിരിച്ചു. അമ്മയപ്പോൾ അമ്മയുടെ മേനി എൻ്റെ ദേഹത്തേക്ക് കൂടുതൽ അമർത്തി നിന്നു. അല്ല, ഇനി ഓരോരോ പെണ്ണുങ്ങളെ കാണുമ്പോൾ അമ്മയെ മറക്കുമോ നീയ്? ആര് വന്നാലും അമ്മയെപ്പോലെ ആകില്ലല്ലോ. അത് മതി. അല്ല, കുട്ടന് വേണ്ടേ? വേണം എന്ന് പറഞ്ഞ് അമ്മയെ സോഫയിൽ കിടത്തി മെല്ലെ അമ്മയുടെ ദേഹത്തേക്ക് കിടന്നു. കുട്ടാ, ശ്വേതയെ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ മറക്കുവോടാ? അയ്യേ,
എൻ്റെ ചക്കര അമ്മയെ ഞാൻ മറക്കേ? അവൾ നല്ല ചരക്കല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അതിന് ഞാൻ ശരിക്കും കാണട്ടെ, എന്നിട്ട് പറയാൻ ചരക്കാണോ എന്ന്. പിന്നെ എത്ര വലിയ ചരക്കായാലും എൻ്റെ അമ്മയുടെ അടുത്ത് എത്തില്ല ആരും. അതെനിക്ക് സുഖിച്ചു. എന്നാ വാ കുശുമ്പത്തി, ഞാൻ ശരിക്കും സുഖിപ്പിച്ചു തരാം. എങ്ങനെയുണ്ട്? അടിപൊളി സ്റ്റോറിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട് 5 വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ വേണം എന്നുള്ളത്. ഞാൻ ഉടനെ തന്നെ ഇട്ടേക്കാം. അപ്പോൾ വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.